21ാം നൂറ്റാണ്ടിൽ സൈബർ യുഗത്തിൽ ഓഫ്ലൈൻ തട്ടിപ്പുകളേക്കാൾ കൂടുതലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ. കുറ്റവാളികൾ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ പറ്റിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിത് ഏറ്റവും പുതിയ തട്ടിപ്പ് നെറ്റ്ഫ്ലിക്സ് ഉപഭോക്താക്കളെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പേയ്മെന്റ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന പേരിൽ വ്യാജ ഇമെയിലുകൾ അയച്ച് ഉപഭോക്താക്കളെ ചതിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ തട്ടിപ്പിന് ഇരയായാൽ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് കാര്യങ്ങളും ചോർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രശസ്ത ബ്രിട്ടീഷ് മാധ്യമമായ ദ മിറർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പുതിയ തട്ടിപ്പിന് നിങ്ങൾ പെട്ടെന്ന് ഇരയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പ്രൊഫഷണൽ രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ് ഈ തട്ടിപ്പിന്റെ ഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് ലെറ്റ്സ് ടാക്കിൾ യുവർ പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന വിഷയത്തോടെയാണ് വ്യാജ ഇമെയിൽ ലഭിക്കുക. ഈ ഇമെയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഔദ്യോഗിക ബ്രാൻഡിങ്ങും ലോഗോകളും നിറങ്ങളും ഉപയോഗിച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന് അച്ചടക്കമുള്ള പ്രൊഫഷണൽ ഡിസൈൻ എന്നതാണ്. സാധാരണ തട്ടിപ്പുകളിൽ കണ്ടുവരുന്ന വ്യാകരണ പിശകുകളും നിർദ്ദിഷ്ടരഹിതമായ സന്ദേശങ്ങളും ഈ തട്ടിപ്പിലില്ല. മെച്ചപ്പെട്ട ഡിസൈൻ ഉപയോഗിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ അസൽ ഇമെയിലിനെ അനുകരിച്ചാണ് ഇവർ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നത്. കൂടാതെ അപ്ഡേറ്റ് അക്കൗണ്ട് നൗ എന്ന ചുവപ്പ് ബട്ടൺ ഇമെയിലിൽ കാണാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉപഭോക്താക്കളെ വ്യാജ നെറ്റ്ഫ്ലിക്സ് ലോഗിൻ പേജിലേക്കാണ് നയിക്കുന്നത്. ഉപഭോക്താക്കൾ ഈ വെബ്സൈറ്റിൽ ലോഗിൻ വിവരങ്ങളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും നൽകുമ്പോൾ അതെല്ലാം തട്ടിപ്പുകാരുടെ കൈകളിലേക്കാണ് നേരെ ചെല്ലുക. ഇവർ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടാനും മറ്റുമുള്ള സാധ്യതയും ഏറെയാണ്. ഈ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഭീഷണിയിലൊന്നാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നത്. ഇതുമൂലം നിങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് നഷ്ടപ്പെടും. തട്ടിപ്പുകൾ നിങ്ങളുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പാസ്വേഡ് മാറ്റുകയും നിങ്ങൾക്ക് അക്കൗണ്ടിൽ പ്രവേശിക്കാനാകാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിനും മറ്റു സാമ്പത്തിക ഇടപാടുകൾക്കും തട്ടിപ്പുകാർ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഒരേ പാസ്വേഡ് പല അക്കൗണ്ടുകൾക്കും ഉപയോഗിക്കുന്നവർക്ക് ഇത് കൂടുതൽ അപകടകരമാണ്. ഇമെയിൽ, സോഷ്യൽ മീഡിയ, ബാങ്കിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു സേവനങ്ങളിലേക്കും ഈ വിവരം ഉപയോഗിച്ച് അതിക്രമിച്ച് കയറാൻ കഴിയും. നിങ്ങൾ സുരക്ഷിതരാകാൻ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം അയച്ച വ്യക്തിയും URL പരിശോധിക്കുക എന്നതാണ്. ഇമെയിൽ അയച്ച വ്യക്തിയുടെ വിലാസം പരിശോധിക്കുക. തുടർന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഔദ്യോഗിക ഇമെയിൽ വിലാസം @netflix.com ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. കൂടാതെ അറിയാത്തവർക്ക്, നമ്മളെ പരിചയമില്ലാത്തവർക്ക് അവർ അയച്ചു തരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കേണ്ടത് നേരിട്ട് ബ്രൗസറിൽ www.netflix.com ടൈപ്പ് ചെയ്ത് മാത്രമേ ചെയ്യാവൂ. ഇമെയിലിൽ വരുന്ന ലിങ്കുകൾ വിശ്വസിക്കാനേ പാടില്ല. നെറ്റ്ഫ്ലിക്സ് ഫോണിലൂടെയോ ഇമെയിലൂടെയോ നിങ്ങളുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് വിവരങ്ങൾ ഒരിക്കലും ചോദിക്കില്ല എന്ന് മനസ്സിലാക്കുക. സംശയാസ്പദമായ വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഉടൻ പാസ്വേഡ് മാറ്റുക. എല്ലാ പ്രധാന അക്കൗണ്ടുകൾക്കും ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുകയാണ് വേണ്ടത്. കൂടാതെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും നടത്തുകയും വേണം. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സ്ഥിരമായി പരിശോധിച്ച് അനധികൃത ഇടപാടുകൾ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുക. സംശയകരമായ ഇടപാടുകൾ കണ്ടാൽ ഉടൻ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക. തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ആരുടെയും മുമ്പാകെ പങ്കിടാതിരിക്കുക എന്നതാണ്.